തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നുവെന്ന പരാതിയിൽ CPM നിയന്ത്രണത്തിലുള്ള പ്രിന്റിംഗ് സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. അനധികൃതമായ ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും പോലീസ് വരുന്നതിന് മുൻപ് തന്നെ സാധനങ്ങൾ കടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. തളിപ്പറമ്പ് 7-ാം മൈലിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. തളിപ്പറമ്പിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും UDF നേതാക്കളുടെയും വ്യാജ പരാതിയിലാണ് പരിശോധന നടന്നതെന്ന് CPM ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ വൻ ആൾമാറാട്ടം നടത്താൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞു. വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി നിർമ്മിക്കുകയാണെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങി. കണ്ണൂർ റൂറൽ SP-ക്കാണ് അന്വേഷണ ചുമതല. വോട്ടെടുപ്പ് സമയത്ത് എല്ലാ ബൂത്തുകളിലെയും CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഇരട്ട വോട്ടർമാർ ധാരാളമുണ്ടെന്ന പരാതിയും ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് പാലോടി രവി നൽകിയ പരാതിയിലാണ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആൾമാറാട്ടം തടയാൻ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വെബ് കാസ്റ്റിംഗും നടത്തും. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചാൽ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ലെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വടക്കൻ കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മുന്നണി വ്യത്യാസമില്ലാതെ മരിച്ചവർ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യാനെത്തുന്ന ചരിത്രമുണ്ട്. വർഷാവർഷം ബലിതർപ്പണമോ ആണ്ടുചടങ്ങോ നടത്തിയില്ലെങ്കിലും ഇക്കൂട്ടരെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി ബൂത്തുകളിൽ എത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കും. ഇതാണ് കള്ളവോട്ടിന്റെ ഒരു ദൃഷ്ടാന്തം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് കള്ളവോട്ടും ഇരട്ട വോട്ടും പലപ്പോഴും നിർണായകമാകുന്നത്. 1000-ഉം അതിന് താഴെയും മാത്രം വോട്ടുകൾ വരുന്ന പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ടിന്റെ വില ശരിക്കും പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും എതിർ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെയും വോട്ടുകൾ പോൾ ചെയ്യുന്നതിനെ കള്ളവോട്ട് അല്ലെങ്കിൽ ആൾമാറാട്ട വോട്ട് എന്നറിയപ്പെടുന്നു. ഒരാളുടെ പേരിൽ തന്നെ 2 മേൽവിലാസങ്ങളിൽ വോട്ട് ഉണ്ടാകുന്നതാണ് ഇരട്ട വോട്ട്. നിയമസഭ, ലോക്സഭ തെരഞ്ഞെടുപ്പുകളിലാണ് ഇരട്ട വോട്ട് പലപ്പോഴും ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടെ വോട്ട് പലപ്പോഴും വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിച്ചതോടെ അടുത്ത കാലത്തായി മരിച്ചവരുടെ വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ തുലോം കുറവാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം മാത്രം മരിച്ചവരാണ് നിലവിൽ വോട്ടർ പട്ടികയിൽപ്പെടുന്നത്. പാർട്ടി ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും മരിച്ചവർ വോട്ട് ചെയ്യാറുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ടും ഇരട്ട വോട്ടും പോൾ ചെയ്യുക. പോളിംഗിന് തലേ ദിവസം തന്നെ ബൂത്തുകളിലെത്തുന്ന ഉദ്യോഗസ്ഥരെ തങ്ങളുടെ ആളുകളാക്കി മാറ്റുകയാണ് കള്ളവോട്ടിന്റെ ആദ്യത്തെ ചുവടുവയ്പ്. നാടൻ കോഴിക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷണം നൽകിയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുമാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ ആളാക്കി മാറ്റുക. ഭക്ഷണം പോയിട്ട് പണം കൊടുത്താൽ പോലും വഴങ്ങാത്ത ഉദ്യോഗസ്ഥരാണെങ്കിൽ അടുത്ത പണി ഭീഷണിയാണ്. എതിർ പാർട്ടിയിൽപ്പെട്ട പോളിംഗ് ഏജന്റുമാരെ നിശബ്ദരാക്കുകയാണ് അടുത്ത ഘട്ടം. ഓരോ പാർട്ടി കേന്ദ്രങ്ങളിലും സ്വതന്ത്രരായി മത്സരിക്കുന്നവരുടെയും അപരന്റെയും ഏജന്റുമാരായി എത്തുക ഒരേ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും. എതിർപക്ഷത്തെ പോളിംഗ് ഏജന്റിനെ ഒരുമിച്ചെത്തിയ ഒരേ പാർട്ടി ഏജന്റുമാർ പേടിപ്പിച്ചിരുത്തും. പിന്നെ എതിർ ശബ്ദമുയർത്തിയാൽ അടിച്ചോടിക്കും. അല്ലെങ്കിൽ രാവിലെ 11 മണിക്കുള്ള ചായയിൽ വയറിളക്കാനുള്ള പച്ചമരുന്ന് കലക്കി നൽകി സ്ഥലം കാലിയാക്കും. അതുകൊണ്ട് തന്നെ ബൂത്ത് ഏജന്റുമാരായി എത്തുന്നവർ പച്ചവെള്ളം പോലും കുടിക്കാതെ പോളിംഗ് പൂർത്തിയാക്കിയ അനുഭവമുണ്ട്. അനുകൂല സംഘടനകളിൽപ്പെട്ടവരെ പാർട്ടി ഗ്രാമങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുന്നതും മറ്റൊരു തന്ത്രമാണ്. കള്ളവോട്ടിന്റെ ഔദ്യോഗിക യൂണിഫോമായാണ് ചില കേന്ദ്രങ്ങളിൽ ബൂർഖ അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ വോട്ട് ചെയ്യാനെത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ വോട്ടർമാരുടെ മുഴുവൻ വോട്ടും ഒരു കൂട്ടം പുരുഷന്മാർ പർദ്ദയിട്ടെത്തി പോൾ ചെയ്തതായി പ്രിസൈഡിംഗ് ഓഫീസറായി 4ഓളം തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ച ഒരാൾ അനുഭവം പറഞ്ഞു. ബൂർഖ ധരിച്ചെത്തിയവരുടെ മുഖം ഒന്ന് കാണണമെന്ന ആവശ്യമുയർത്തിയാൽ അപ്പോൾ തന്നെ ഇടപെടാൻ കുറച്ച് ആൾക്കാരെയും പ്രാദേശിക നേതൃത്വം ബൂത്തിന് സമീപത്തായി നിർത്തിയിട്ടുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് ബൂർഖ ധരിച്ചെത്തിയവരുടെ മുഖം കാണണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ വനിതാ പോളിംഗ് ഏജന്റിന്റെ മുഖം കാണിക്കണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ നിർദ്ദേശിക്കുകയും ചെയ്തതും വോട്ട് ചെയ്യാനെത്തിയ ആൾ ബൂത്തിൽ നിന്നിറങ്ങി ഓടിയതും പോളിംഗ് ഉദ്യോഗസ്ഥൻ ഓർത്തെടുത്തു. എങ്ങനെയൊക്കെ കള്ളവോട്ട് ചെയ്യുമെന്ന് ഓരോ ബൂത്തിലും സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാത്തവരുടെയും പേരുകൾ പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നെ ആദ്യമേ കണ്ടെത്തും. വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിനായി ചെറുപ്പക്കാരായ സജീവ പ്രവർത്തകരെ പ്രാദേശിക നേതൃത്വം ശട്ടം കെട്ടും. ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യേണ്ടവരുടെ ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പോ വോട്ടേഴ്സ് സ്ലിപ്പോ സംഘടിപ്പിച്ച് ആദ്യം വോട്ട് ചെയ്യും.
വോട്ട് ചെയ്തതിന് അടയാളമായി കൈവിരൽ പതിപ്പിക്കുന്ന മഷി വോട്ട് ചെയ്ത ഉടൻ മുടിയിൽ പകരമായി ഉരച്ച് മാച്ചു കളയണമെന്ന നിർദ്ദേശവും നൽകും. കള്ളവോട്ട് ചെയ്യാനായി ഏർപ്പാടാക്കിയ പ്രവർത്തകർ വേഷം മാറുന്നത് ഒരു കല തന്നെയാണ്. രാവിലെ മുണ്ടും ഷർട്ടുമിട്ട് എത്തുന്നയാൾ ഉച്ചയ്ക്ക് ശേഷം പാന്റും ഷർട്ടുമാക്കും. രാവിലെ താടിയും മീശയും ഉള്ളയാൾ ഉച്ചയ്ക്ക് ക്ലീൻ ഷേവ് ആയിരിക്കും. മൊട്ടയടിച്ചും പാർട്ടിക്കൂറ് വെളിപ്പെടുത്തിയവരും കുറവല്ല. സ്ത്രീകളും സാരി ഉടുത്തായിരിക്കും ആദ്യം എത്തുക, പിന്നീട് ചുരിദാറും വേഷം. നെറ്റിയിൽ കുറി തൊട്ട് തലമുടി ചീകി ഒതുക്കുന്നതിലെ വ്യത്യസ്തതയിലൂടെ മുഖത്ത് വ്യത്യാസം വരുത്തുന്ന സ്ത്രീകളുമുണ്ട്. ബൂത്ത് പിടിച്ചെടുക്കൽ പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ ആദ്യമേ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെ വോട്ടുകളും സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും വോട്ടുകൾ പൂർണ്ണമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് ബൂത്ത് പിടിച്ചെടുക്കൽ. പണ്ട് ഇത് കുത്തിയിടലായിരുന്നു. ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് കുത്തിയിടൽ എന്നറിയപ്പെട്ടത്. ബൂത്തിലെത്തുന്ന പ്രാദേശിക നേതാക്കളിൽ ചിലർ ബാലറ്റ് പേപ്പർ മൊത്തമായി വാങ്ങി സീൽ പതിപ്പിച്ച് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതോടെ പോളിംഗ് പൂർത്തിയാവും. തെരഞ്ഞെടുപ്പെന്നാൽ വടക്കൻ കേരളത്തിൽ കള്ളവോട്ട് മസ്റ്റാണ്. വടക്കൻ കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് പുതുസംഭവമല്ല. സഹകരണ രംഗത്ത് എതിർകക്ഷി ഭീഷണിയാകുന്നുവെന്നാൽ ഉടൻ പാർട്ടി അണികളും ശിങ്കിടികളുമായ ആളുകളെ കണ്ടെത്തി ക്രമവിരുദ്ധമായി മെമ്പർഷിപ്പ് നൽകി വോട്ട് ഉറപ്പിക്കും. ഇതുകൂടാതെ ഇതര കക്ഷികളിൽപ്പെട്ടവരുടെ വ്യാജരേഖകൾ ഒപ്പിച്ചെടുത്തും സഹകരണ മേഖലയിൽ കള്ളവോട്ട് രേഖപ്പെടുത്തും. ബാങ്ക് പ്രൈമറി സംഘങ്ങളിൽ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഭീഷണിയിലൂടെയോ ആക്രമിച്ചോ വോട്ട് ചെയ്യാനാകാതെ മടക്കുന്നതും പതിവാണ്. കണ്ണൂർ ജില്ലയിൽ സഹകരണ മേഖലയിൽ വളർന്നു വന്ന മെഡിക്കൽ കോളേജിൽ പോലും ഇത്തരത്തിൽ നടന്ന കള്ളവോട്ടിലൂടെയാണ് ഭരണം പിടിച്ചെടുത്തതെന്നും ആരോപണമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് 15 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് 8ഉം വലതുമുന്നണിക്ക് 7 അംഗങ്ങൾ വിജയിച്ചു കയറി. പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പഞ്ചായത്തിൽ വരണാധികാരികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഇടതുമുന്നണിയിൽപ്പെട്ട ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവാണെന്ന തർക്കം ഉടലെടുത്തു. തർക്കം രൂക്ഷമായപ്പോൾ ഇടതുഭാഗത്തുള്ള വനിതാ പഞ്ചായത്ത് അംഗം തർക്കം വന്ന ബാലറ്റ് നോക്കാനായി വാങ്ങി ഉടൻ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങി. ഇതോടെ പ്രതിസന്ധി നീങ്ങി. വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിലെത്തി. എന്നാൽ വലതുമുന്നണി ഇത് സംബന്ധിച്ച പരാതിയുമായി കോടതിയിലെത്തി. പ്രൈമറി കോടതി വിഷയത്തിൽ വോട്ട് വിഴുങ്ങിയ വനിതാ പഞ്ചായത്ത് അംഗത്തിന് 1 വർഷം തടവ് വിധിച്ചെങ്കിലും ഹൈക്കോടതി ഈ വിധി അസാധുവാക്കി വനിതാ പഞ്ചായത്ത് അംഗത്തിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചതും 2019-ലാണ്. എന്നാൽ ഇക്കുറി എല്ലാം കാണാൻ മുകളിൽ ഒരാളുണ്ട്. ഇതും വെറുമൊരു ട്രോളല്ല. അതെ, ഇനി പണ്ടത്തത് പോലെയൊന്നും നടക്കില്ല. എല്ലാം കാണാൻ മുകളിൽ ഒരാളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന മറ്റൊരു ട്രോളായിരുന്നു ഇത്. ക്യാമറകൾ വെറുതെയല്ല, കാശ് മുടക്കി തന്നെ സ്ഥാപിച്ചതാണ്. ഭണ്ഡാരപ്പെട്ടിയിലെ നാണയത്തുട്ടുകളല്ല, ഇലക്ഷൻ കമ്മീഷൻ ലക്ഷങ്ങൾ ചെലവിട്ട് വെബ്കാസ്റ്റിംഗ് ആണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രം 80ഓളം സാങ്കേതിക വിദഗ്ധരാണ് കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കള്ളവോട്ട് പിടികൂടാൻ മാത്രം അണിനിരന്നത്. എന്നാൽ ഇതൊന്നും ഫലവത്തായില്ല. മുൻകാലങ്ങളിൽ റെക്കോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാലും പാർട്ടി ഗ്രാമങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായിരിക്കും വീഡിയോ റെക്കോർഡിനായി എത്തുക. അവരും അതത് മുന്നണികളിൽപ്പെട്ടവരും തമ്മിലുള്ള ധാരണയിലൂടെ കള്ളവോട്ട് യഥേഷ്ടം നടന്നിരുന്നു.